إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള ഇഷ്ടം നാം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ ആലിമ്രാനിൽ 32-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അതേ പ്രവാചകരെ, നിങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിൻപറ്റണം എന്ന് പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അല്ലാഹു ഗഫൂറും റഹീമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതിന് ശേഷം പറഞ്ഞു തന്നത് കുൽ അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ശേഷം നേരെ താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്നത് നിങ്ങൾ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം. ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, പിന്തിരിഞ്ഞു പോകുന്ന കാഫിറുകളെ, സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനുള്ള ഇഷ്ടം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. അതുകൊണ്ടാണ് ഈ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മനോഹരമായ ഒരു വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ആദിൽ ആയത്തുൽ കരീമത്തു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇത്തഅ മഹബ്ബത്തല്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടമാണ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ആളാണ് എന്നൊക്കെ വാദിക്കുന്ന അവർക്കുള്ള വ്യക്തമായ ആയത്താണ് ഈ ആയത്ത്. ഏതാണത്? വലൈസ വലാ തരീഖത്തിൽ മുഹമ്മദിയത്തി ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ ഹത്താ യത്തബിയ ശർഅൽ മുഹമ്മദിയ വദ്ദീനിൻ നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി. അദ്ദേഹം പറയുകയാണ്, ഒരാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുക, ഞാൻ അല്ലാഹുവിന്റെ ആളാണ് എന്ന് വാദിക്കുക, എന്നാൽ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലല്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്തിലല്ലെങ്കിൽ അവൻ ഖാദിബാണ്, അവൻ കളവ് പറയുന്നവരാണ്, അവൻ സ്വന്തം ദേഹേച്ഛാനുസൃതമായി സമാധാനം കണ്ടെത്തുന്നവരാണ്, അവൻ അതിൽ പ്രവർത്തിക്കുന്നവരാണ്. ഏതുവരെ? ഹത്താ യത്തബിയ ശർഅൽ മുഹമ്മദിയ്യ വദ്ദീനൻ നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവർത്തനത്തിലും പരിപൂർണമായി അയാൾ അനുധാവനം ചെയ്യുന്നത് വരെ. അതായത് ഞാൻ അള്ളാഹുവിന്റെ ആളാണെന്ന് പറയുക, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലൊന്നും പരിപൂർണമായി അനുധാവനം ചെയ്യാതിരിക്കുക എങ്കിൽ എങ്ങനെയാണ് അയാൾ കള്ളത്തരമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കമാ സബത ഫീ സഹീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളില്ലാത്ത പ്രവർത്തനം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. നാം ചെയ്യാത്ത ഒരു ചെയ്തി ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. സഹോദരന്മാരെ, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ പ്രവാചകന്റെ മാർഗത്തിൽ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അത് പരിപൂർണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചര്യകൾ കൊണ്ടോ ഒരു പ്രവർത്തിക്കാത്ത പ്രവർത്തനം ആരെങ്കിലും അനുധാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയണം. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുണ്ടാകുക? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന എന്ന് പ്രഖ്യാപിക്കുന്ന മുറയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത, ചെയ്യാത്ത, പ്രവർത്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അനുവർത്തിക്കുക എന്നത് എന്താണ്? അതൊരിക്കലും കരണീയമല്ല, ഒരിക്കലും അനുവദനീയമല്ല. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരല്ല, അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് തെളിവായി കൊണ്ടുവന്നത്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫൗറത്തുൻ. നിശ്ചയം ആരെങ്കിലും നമ്മുടെ മതകാര്യങ്ങളിൽ അതിലില്ലാത്തത് കൊണ്ടുവന്നാൽ, അത് നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്സൻ ബിഹില്ലാഹ്. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളിയുമുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ് ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടത്. ആരാണ് പൂർത്തീകരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം ദീൻ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നത്. എങ്ങനെ? ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ആ ദിവസം ഈ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തൃപ്തികരമായി നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുമുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആദ്യകാല മുഫസ്സിറായ ഇബ്നു ജരീർ തബ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഫഅത്മംതു ലക്കും ജമീഅ ദാലിക ഫലാ സിയാദത ഫീ ബഅദ ഹാദൽ യൗം. അങ്ങനെ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ വകുപ്പിൽ ഇനി യാതൊരു വർധനവുമില്ല. സഹോദരന്മാരെ, ഈ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് ആക്കി, അത് പൂർത്തീകരിച്ചു. ഇനി ആർക്കെങ്കിലും നല്ലത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ, അല്ലെങ്കിൽ ഇത് മോശമാണ്, ഇത് ശരിയല്ല, ഇത് നമുക്ക് യോജിക്കുന്നതല്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും കുറക്കാനോ അല്ലെങ്കിൽ തള്ളപ്പെടുവാനോ ഒഴിവാക്കുവാനോ ആർക്കും അധികാരമില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനിക ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ പോലും അവർ ഈ കാര്യം ചർച്ച ചെയ്തു. ഏതുവരെ? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും നിർമ്മിച്ചവനാണ് അവൻ. ബദീ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ്, പുതുതായി നിർമ്മിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബഖറയിൽ ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പുതുതായി നിർമ്മിച്ചവനാണ് അവൻ എന്ന പ്രയോഗം. ഇതെങ്ങനെയാണ്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, കുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും എന്താണ്? ദുർമാർഗത്തിലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും പുതുതായി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അദ്ദേഹം പറയാണ്, അൽ വൽ ബിദ്അത്തു അലാ ഖിസ്മൈൻ,
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. താരത്തൻ തകൂനു ബിദ്അത്തൻ ശർഇയ്യ, ഒന്ന് അത് ദീനിലുള്ള ബിദ്അത്താണ്, മതത്തിലുള്ള ബിദ്അത്താണ്. കഖൗലിഹി ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മതത്തിൽ പുതുതായി നിർമ്മിക്കുക എന്നത് അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും എന്താണ്? അത് ദലാലത്താണ്, വഴികേടാണ്. വതാരത്തൻ തകൂനു ബിദ്അത്തൻ ലുഗവിയ്യ, എന്നാൽ ഭാഷാപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പുതുതായി നിർമ്മിച്ചത് അല്ലെ പുതുതായി ഉണ്ടാക്കിയത് എന്നൊക്കെ ഉപയോഗിക്കാം. കഖൂലി അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ ജമഇ ഇയ്യാകും അലാ സലാത്തി തറാവി വസ്തിംറാരിഹിം നിഅമത്തിൽ ബിദ്അത്തു ഹാദി. അതായത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ തറാവി നിസ്കാരത്തിന് സംഘടിപ്പിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചതായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ പുനരാവിഷ്കരണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു ഹാദി, ഇത് എത്ര നല്ല ബിദ്അത്താണ്, ഇത് നല്ല എത്ര പരിഷ്കരണമാണ്. അത് ഏതാ പ്രയോഗം? അത് ഭാഷാപരമായ പ്രയോഗമാണ്. എന്നാൽ മതത്തിൽ ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അങ്ങേയറ്റത്തെ വഴികേടാണ്, അത് ലലാലത്താണ്, അതിന്റെ പര്യവസാനം നരകമാണ് എന്ന് അദ്ദേഹം സൂചന നൽകിയാണ്. സഹോദരന്മാരെ, മതത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ലത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു കർമ്മം നല്ലത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് എല്ലാവരും മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് മൻ ഇബ്തദാ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറഹ ഹസനതൻ, വല്ലവനും ഇസ്ലാമിൽ പുതുതായി വല്ലതും നിർമ്മിച്ചുണ്ടാക്കുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് അയാൾ വാദിക്കുകയാണ് ചെയ്തത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊന്നും അറിയുമായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കും. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എങ്കിൽ അങ്ങനെ ഒരാൾ പുതുതായി നല്ല കാര്യം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിക്കുകയാണ്. കാരണം ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനു അൽ യൗമ ദീന, അന്നത്തെ ദിവസം ദീനിലില്ലാത്തത് ഇന്നത്തെ ദിവസവും ദീനിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികളുടെ കാലത്ത് ദീനില്ലാത്തൊരു കാര്യം അത് ഇന്നത്തെ ദിവസവും ദീനായി, മതമായി, മതത്തിന്റെ ചിഹ്നമായി, മതത്തിന്റെ അടയാളമായി, മതത്തിന്റെ ആഘോഷമായി, മതത്തിൽപ്പെട്ട ആരാധനയായി അത് ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാക്കിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്ന് അയാൾ വാദിക്കുകയാണ് ചെയ്യുന്നതെന്ന. സഹോദരന്മാരെ, അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാക്കള്, പ്രഗത്ഭരായ പണ്ഡിതന്മാര് ദീനിൽ വരുന്ന സൂക്ഷ്മാണുക്കളായ ചെറിയ ചെറിയ പിഴവുകളെ പോലും മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ കാര്യത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ അവൻ തള്ളിക്കളയണം, എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തള്ളിയതായി അല്ലെങ്കിൽ മാറ്റി വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇമാം നവവി റഹ്മത്തുള്ളാഹി പ്രഗത്ഭനായ ഷാഫി ഫുഖഹാക്കളിൽപ്പെട്ട ആളാണ്. രണ്ടാം ഷാഫി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് തവാഫ് ചെയ്യുവാനും അതുപോലെ തന്നെ ചുവന്ന കൊള്ള പുറമ്പാകുമോ വയറോ വെച്ച് ബർക്കത്തെടുക്കാനൊക്കെ പറ്റിയുള്ള ചർച്ച വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊരിക്കലും പാടുള്ളതല്ല. വലാ യുൽതഫതു ഇലാ മുഹദസാത്തിൽ അൽഅവാമി വഗൈരിഹിം വജഹാലാതിഹിം വഖദ് സബത ഫീ സഹീഹൈനി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹ്ദസ ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തവാഫ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. പൊതുജനങ്ങളും മറ്റും ചെയ്തു വരുന്ന അനാചാരങ്ങളിലേക്കും അവയുടെ വിഡ്ഢിത്തങ്ങളിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കാനേ പാടുള്ളതല്ല. നമുക്കുള്ള തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദീനിലില്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. നമ്മുടെ പ്രവർത്തനങ്ങളില്ലാത്ത പ്രവർത്തനം ആരെങ്കിലും കാഴ്ചവെച്ചാൽ അത് തള്ളിക്കളയണം. സഹോദരന്മാരെ, ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഇമാം മാലിക് പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു റകഅത്തിൽ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് പല പുരു പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഒരു റകഅത്തിൽ നിസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പല പുരു പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അപ്പൊ അദ്ദേഹം അതിനെ ഫകരിഹ ദാലിക, അദ്ദേഹം അതിനെ വെറുത്തു.
വഖാല ഹാദാ മിൻ മുഹ്ദസാത്തിൽ ഉമൂരി ലത്തി അഹ്ദസു. ഇതൊക്കെ പുതുനിർമ്മിതികളാണ്, ഇതൊക്കെ പുതുതായി ഉണ്ടാക്കിയതാണ്. എന്നാൽ ഒരാൾക്ക് നിസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എല്ലാ വക്തിലും എല്ലാ നേരവും ചൊല്ലാം. പക്ഷെ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്നാണ്. സഹോദരന്മാരെ, വുളൂഇന്റെ സന്ദർഭത്തിൽ പിരടി തടവൽ അനാചാരമാണെന്ന് പറഞ്ഞ് ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞതറിയും. ഇപ്പൊ ഒന്നും എടുക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ പിരടി തടവി വിചാരിച്ചു. അപ്പൊ ഇമാം നബി റഹ്മത്തുള്ളാഹി പറയാണ് അത് അനാചാരമാണ്. എന്താണ് അദ്ദേഹം അത് തെളിവായി ഉദ്ധരിക്കുന്നത്? വലം യസ്ബുതു ഫീ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസബത ഫീ സഹീഹിൽ മുസ്ലിമി വഗൈരിഹി അന്നഹു കാൻ ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല. തീർച്ചയായും ഇത് അനാചാരമാണ്. എന്താണ് നമുക്കുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും എന്ന് പറയുന്നത് എന്താണ്? അത് നരകത്തിലാണെന്നാണ്. സഹോദരന്മാരെ, അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ജനങ്ങൾ ഉറക്കത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇശാ നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിൽ ചെല്ലുന്നത് പോലെ ഇശാന്റെ ബാങ്കിലും ചെല്ലണമെന്നൊക്കെ ചിലർ വാദിച്ചപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അതിന് കൊടുത്ത മറുപടി വദലീലുന ഹദീസു ആയിഷ, അങ്ങനെ ചെല്ലാൻ വേണ്ടി പാടുന്നതല്ല. നമുക്കുള്ള തെളിവ് എന്താണ്? ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. ഏതാണത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫൗറത്തുൻ. നമ്മുടെ കാര്യങ്ങളില്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തനം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. സഹോദരന്മാർ, എത്ര ഉദ്ധരണിയാണെന്നറിയോ? ഇപ്പൊ തസ്ബീഹ് നിസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ ചിലർക്ക് നിസ്കരിക്കാൻ നിസ്കാരമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ആ നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഖാല ഖാദി ഹുസൈൻ വസാഹിബ, ഖാദി ഹുസൈൻ വതഹ്സീബി, അതുപോലെ തന്നെ ഇബ്നു അജറുടെ തഹ്സീബ് എന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ വതത്തിമ്മ നൈസാബൂരിയുടെ തത്തിമ്മ എന്ന് പറയുന്ന ഗ്രന്ഥം, വറോയാനി ഫി അവാഹിൽ കിതാബിൽ ജനായിസ് മിൻ കിതാബിൽ ബഹർ, ഇങ്ങനെയുള്ള പല മഹാന്മാരും പല ഗ്രന്ഥങ്ങളിലൊക്കെ തസ്ബീഹ് നിസ്കാരം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഫി ഹാദൽ ഇസ്തിഹ്ബാബിൽ നളർ, എന്നാൽ തസ്ബീഹ് നിസ്കാരം നല്ലതാണെന്ന വാദത്തിൽ വിമർശനമുണ്ട്. ലിഅന്നൽ ഹദീസ ദഈഫുൻ, അത് സംബന്ധമായി വന്ന ഹദീസുകളൊക്കെ എന്താണ്? അതൊക്കെ ദുർബലമായ ഹദീസാണ്. വലൈസ ഹദീസുഹാ ബിസാബിത്തിൻ, അതെ, അതുമായി ഒരു സ്ഥിരപ്പെട്ട ഹദീസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അങ്ങനെ ഒരു കർമ്മം നമ്മൾ ഉപയോഗിക്കാൻ പ്രയോഗവൽക്കരിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഭൂഷണമല്ല. സഹോദരന്മാരെ, ബിദ്അത്താണ് എന്ന് അവർ ആശങ്കപ്പെട്ടു. മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെടുകയാണോ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ആശങ്കയായിട്ട് അവരുടെ ഗ്രന്ഥത്തിൽ പറയുകയാണ്. പല മഹാന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ വന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ്, ഈ ബിദ്അത്ത് എന്ന് പറയുന്ന കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ് ഈ നിസ്കാരത്തെ ഇമാം ഷാഫി, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് അതിനെ ന്യായീകരിക്കല ചെയ്തത്. മറിച്ച് എന്താ പറഞ്ഞത്? അത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. അതുപോലെ തന്നെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ വബറകാതുഹു എന്ന് വർദ്ധിപ്പിക്കൽ സുന്നത്താണെന്ന് അബൂദാവൂദിലെ ഹദീസിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ സലാം വിട്ടുമ്പോൾ വല്ലപ്പോഴും ഒക്കെ വബറകാതുഹു എന്ന് ചൊല്ലാം. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, വഅലം അന്നൽ അക്മല ഫി സലാമിൻ യഖൂലു അൻ യമീനിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅൻ യസാരിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലാ യുസ്തഅബു അൻ യഖൂല മഅഹു ബറകാതുഹു. അതെ, ഒരിക്കലും സുന്നത്തായി ഗണിക്കാൻ വേണ്ടി പറ്റുകയില്ല വബറകാതുഹു എന്ന് ചൊല്ലൽ. പല മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ അത് വന്നിട്ടുണ്ട്. വഖദ് സഖറു ജമാഅത്തി മിൻ അസ്ഹാബിനാ മിൻഹും ഇമാമു ഹറമൈനി വസൈർ സർഖസി വറയാനി ഫിൽ ഇലിയ വലാകിന്നഹു ഷാദ്. പല മഹാന്മാർ അത് ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് അത് ഷാദാണ്. വമശൂറു മാ ഖദ്ദംന, അതെ, മുൻഗാമികളൊന്നും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി പാടുന്നില്ല. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ പല റിപ്പോർട്ടുകളും ഇങ്ങനെ വന്നിട്ടും മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടുന്നില്ല? അവർക്കുള്ള തെളിവ്
മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറത്ത്. അതെ, നമ്മുടെ പ്രവർത്തനങ്ങളില്ലാത്ത പ്രവർത്തനം ആരെങ്കിലും കാണിച്ചാൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണത്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിൽ തന്നെ പ്രഗൽഭനായ മറ്റൊരു പണ്ഡിതൻ ഇബ്നു ഹജർ അൽ-ഹൈതമി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, തറാവീഹ് നിസ്കാരത്തിന്റെ സലാമുകൾക്കിടയിൽ എന്ന് വെച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി എന്തറിയോ? അസ്സലാത്തു ഫീ ഹാദൽ മഹല്ലി ബി ഖുസൂസിഹി ലം നറ ഫീഹാ ശൈഅൻ ഫീ സുന്നത്തി വലാ ഫീ കലാമി അസ്ഹാബിനാ ഫഅയ ബിദ്അത്തുൻ യുൻഹാ അൻഹാ. അതെ, നാം നിരവധി പല രൂപത്തിൽ പരിശോധനകൾ നടത്തി, ഒരു അസ്ലും ആ സലാത്തിനെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വെറുക്കപ്പെടേണ്ട ബിദ്അത്താണ്. ഫഅയ ബിദ്അത്തുൻ യുൻഹാ അൻഹാ, അത് വെറുക്കപ്പെടേണ്ട ബിദ്അത്താണ്. ഒരിക്കലും തന്നെ ദീൻ എന്ന രീതിയിൽ പല രൂപത്തിലും അത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ടാടാനോ അത് ചൊല്ലാനോ തറാവീഹ് നിസ്കാരത്തിന്റെ ഇടയിൽ നമുക്ക് പാടുള്ളതല്ല. കാരണം ഒരാൾക്ക് സലാത്ത് ഏത് സമയത്തും ചൊല്ലാം, എന്നാൽ ആ സ്ഥലത്ത് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തുണ്ട് എന്ന് കരുതി ചൊല്ലൽ എന്താണ്? അത് ബിദ്അത്താണ്, അത് നമുക്ക് പാടുള്ളതല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന് മുമ്പ് സലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ചും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സലാത്ത് ചൊല്ല, അതിന്റെ ഹുക്കം എന്താണ്? അദ്ദേഹം പറഞ്ഞു, വലം നറാ ശൈഅൻ മിൻഹാ അത്തഅറളു ലിസലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൽ-ആസാനി വലാ ഇലാ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ. ബാങ്കിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലലോ, ബാങ്ക് കൊടുത്തതിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലോ. വലം നറാ ഐദൻ ഫീ കലാമി അയിമ്മത്തിനാ തഅറളൻ ലിദാലിക ഐദൻ. നമ്മുടെ ഇമാമുമാരുടെ ഒരു വാക്കും അത് സംബന്ധമായി പരാമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കാരണം തെളിവില്ലാത്ത ഒരു കാര്യം മതത്തിൽ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ തെളിവില്ലാത്തൊരു കാര്യം മതത്തിൽ ശറ ഉണ്ടാക്കലാണ്, മതത്തിൽ നിയമം ഉണ്ടാക്കലാണ്, അത് പാടില്ല എന്നാണ്. സഹോദരന്മാരെ, ഏത് വരെ എന്നറിയാമോ? ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മുത്തുന്നുണ്ടല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതിന് മുത്ത. ഇത് സംബന്ധമായി ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായിരുന്ന ഇവിടെ ഉദ്ധരിച്ച ഇബ്നു ഹജർ അൽ-ഹൈതമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ബിഅന്നി ലം അറ ലഹു അസ്ലൻ സഹീഹൻ വലാ ദഈഫൻ ബഅദ മദീ അൽ-ബഅസി വതഫ്തീഷി ഫലാ യംബഗി ഫിലഹു. അതായത് നീണ്ട പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്ക് ശേഷം ഈ കാര്യത്തിൽ പ്രബലമോ ദുർബലവുമായ ഒരു അടിസ്ഥാനവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യുക എന്നത് അനുയോജ്യമല്ല. ഒരാൾ പ്രാർത്ഥിച്ചിട്ട് മുത്തേ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ മുത്തിയിട്ടില്ല, സഹാബികൾ മുത്തിയിട്ടില്ല, താബീകൾ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നീണ്ട എന്റെ പരിശോധനകൾക്ക് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തുക എന്ന് പറയുന്നത് അത് ശരിയല്ല. എന്താ നമുക്കുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളില്ലാത്ത പ്രവർത്തനം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. സഹോദരന്മാരെ, വലിയൊരു വിഷയമാണ് ഈ വിഷയം. നമുക്കറിയാം, ഒരിക്കലും മഹാനായ താബി പണ്ഡിതൻ സഈദ് ഇബ്നു മുസയ്യിബ് അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ഒരാള് സൂര്യോദയത്തിന് ശേഷം പള്ളിയിൽ വെച്ച് ധാരാളമായി ഇങ്ങനെ 2 റക്അത്ത് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പൊ സഈദ് ഇബ്നു മുസയ്യിബിനോട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദിൻ അയ്യുഅസിബനി അല്ലാഹു വലാ സലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കോ? ഞാനിങ്ങനെ നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വലാകിൻ യുഅസിബുക അലാ ഖിലാഫി സുന്ന. ലാ, നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ താങ്കൾ അല്ലാഹു ശിക്ഷിക്കില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ താങ്കൾ ശിക്ഷിക്കപ്പെടുമെന്നാണ്. സഹോദരന്മാരെ, മാലിക് ഇബ്നു അനസിനെ പറ്റി പറയുകയാണ്. ഒരു മനുഷ്യൻ, മാലിക് ഇബ്നു അനസ് എന്ന് പറഞ്ഞ സഹാബിയാണ്, അദ്ദേഹത്തെ പറ്റി പറയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുല്ല, മാലിക് ഇബ്നു അനസിനോട് പറയാൻ, അബു അബ്ദുല്ലന്റെ ഉപ്പേ, മിൻ ഐന ഉഹരിം, ഞാൻ എവിടുന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്, ഞാൻ എവിടുന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദുൽഹുലൈഫ. അദ്ദേഹം മദീനക്കാരനായിരുന്നു. ദുൽഹുലൈഫിൽ വെച്ചിട്ടാണ് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ മദീനക്കാർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. എവിടെ വെച്ചിട്ടാണ്? ദുൽഹുലൈഫിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഇഹ്റാം കെട്ടേണ്ടതെന്ന് പറഞ്ഞു.
അപ്പം അദ്ദേഹം പറഞ്ഞു മിൻ ഹൈസു ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ആരംഭിച്ചത്, ദുൽഹുലൈഫിൽ വെച്ചിട്ടാണ് ഇഹ്റാം കെട്ടിയത്. അപ്പൊ ഈ ആഗതൻ സഹാബിനോട് പറഞ്ഞു ഇന്നി ഉരീദൻ ഉഹരിമു മിനൽ മസ്ജിദ്, ഞാൻ മസ്ജിദുൽ നബവിയിൽ വെച്ചിട്ടാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ മാലിക് ബിൻ അനസ് പറഞ്ഞു ലാ തഫൽ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുന്നില്ല. ഫഇന്നി ഉരീദു അൻ ഉഖ്രിമ മിനൽ മസ്ജിദ് മിൻ ഇൻദൽ ഖബർ, അത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യോ ലാ തഫൽ ഫഇന്നി അഖ്ശ അലൈക്കൽ ഫിത്ന, നീ അങ്ങനെ ചെയ്യരുത്, ഞാൻ നിന്നിലൊരു ഫിത്നയെ ഭയപ്പെടുന്നു, നീ ഒരു ഫിത്നക്കാരനാണ് എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യുൽ ഫിത്നതി ഹാദിഹി ഇന്നമാ ഹിയ അംയാലിൻ അസീദുഹാ, ഇതിൽ എന്ത് ഫിത്നയാ ഉള്ളത്? ഞാൻ ദുൽഹുലൈഫിൽ ഇഹ്റാം കെട്ടുന്നില്ല, അതിനെക്കാട്ടി കുറച്ച് മുമ്പ് മക്കയിലെ കുറച്ചും കൂടി ഇങ്ങേ മസ്ജിദുൽ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വെച്ചിട്ടാണ് ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്, അതിൽ എന്ത് ഫിത്നയാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മാലിക് ബിൻ അനസ് പറഞ്ഞു വഅയ്യുൽ ഫിത്നതി അഅ്ളം മിൻ അൻ തറാ അന്നക സബഖത ഇലാ ഫളീലത്തിൻ കസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തൊരു കാര്യം അതിനേക്കാൾ മുൻകടന്ന് ധാരാളമായി സിക്റുകൾ കിട്ടും, തഹ്ലീൽ കിട്ടും, തസ്ബീഹുകൾ കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്ഥലമാണ് പുണ്യം, അതിനേക്കാൾ ഏറ്റവും പുണ്യകരമായ സ്ഥലം ഇതാണ് എന്ന് വിചാരിച്ച് താങ്കൾ ചെയ്യുക എന്നത് അതിനേക്കാൾ വലിയ ഫിത്ന അത് മറ്റെന്താണുള്ളത്? അത് തന്നെയല്ലേ വലിയ ഫിത്ന. അതേ ഖുർആൻ ആയത്തോതി വൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തും യുസീബഹും അദാബുൻ അലീം. അതേ പ്രവാചക കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ അവർ ഫിത്നയെ ഭയന്നു കൊള്ളട്ടെ, അല്ലാഹുവിൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയെ അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന ഖുർആനിക വചനം അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു എന്നാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എ ടു സെഡ് സകല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവർത്തനത്തിൽ അതിൽ നമ്മൾ സമാധാനം കണ്ടെത്തുക എന്നാണ് പരലോക വിജയം നേടാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സംഗതി. ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെന്താണ് പ്രശ്നം, ഇതിനെന്താണ് മോശം, അത് ഏറ്റവും നല്ലതല്ലേ, അതിനെന്താണ് ഇത്ര ദോഷം, അല്ലെങ്കിൽ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചേക്കാം. ഒരിക്കലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് ഹജ്ജ് വേളയിൽ മിനയിൽ വെച്ച് എന്തുകൊണ്ടാണ് ളുഹ്റും അസ്റും തക്സീറായി ഖസറാക്കി നിസ്കരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് അൽ സമയത്ത മുഹമ്മദ് റസൂലുള്ളാഹ്, നിങ്ങൾ മുഹമ്മദ് നബിനെ അറിയുമോ? അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം മുസ്ലിമാണ്, എന്തുകൊണ്ടാണ് മിനയിൽ അച്ഛനൊക്കെ പോയിട്ട് കുറേ ആള് പങ്കെടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ തക്സീറായിട്ട് നിസ്കരിക്കുന്നത്? അപ്പൊ തിരിച്ച് മഹാനായ സഹാബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ അറിയോ? ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ച ആളാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മാർഗം ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. സഹോദരന്മാരെ, ഇതാണ് ശറഅ, ഇതാണ് ദീന്, ഇതാണ് ഒരു മുസ്ലിം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിൽ പരിമിതപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും വലിയ വില കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിന് കരണീയമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ആ മാർഗത്തിലാക്കുവാൻ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, മീലാദുൻ നബവി എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന മീലാദ് നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആർക്കുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നെങ്കിൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞു കൊടുക്കണം. റസൂല് സമപ്രായക്കാരായ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രായം ചെന്ന സഹാബികൾ പറഞ്ഞു കൊടുക്കണം ഇന്ന ദിവസമാണ് ജനിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചതെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നത് ആരാണ്? അതെല്ലാവരും സാക്ഷികളായിരുന്നു. അവിടെ ജീവിച്ചിരിക്കുന്ന സഹാബികളൊക്കെ, നബിയുടെ ഭാര്യമാരൊക്കെ സാക്ഷികളാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇന്നാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. അയാൾക്ക് തന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ ഒരാൾ നമ്മളെ കൂട്ടത്തിൽ മരിച്ചാൽ അയാൾ ഇന്ന ദിവസമാണ് മരണപ്പെട്ടത്, ഇന്ന വർഷം മരണപ്പെട്ടത് എന്ന് ഓർത്തെടുത്ത് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് തന്നെയാണ്
മീലാദുൻ നബിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. എപ്പോഴാണ് റസൂൽ ജനിച്ചത്? തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 പറഞ്ഞിട്ടില്ല. പല രൂപത്തിലും അഭിപ്രായമുണ്ട്. ഇനി മീലാദുൻ നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 തന്നെ എന്ന് വിചാരിച്ചോ? നമുക്കത് ആഘോഷിക്കാൻ വേണ്ടി തെളിവുണ്ടോ? ഇല്ല. കാരണം അത് ആഘോഷിക്കേണ്ടത് റസൂലായിരുന്നു, അല്ലെങ്കിൽ സഹാബികളായിരുന്നു, നബിന്റെ ഭാര്യമാരായിരുന്നു. സഹാബികളിൽ നിന്ന് ദീനീ വിജ്ഞാനം നുകർന്ന വലിയ വലിയ അയിമ്മത്തുകൾ, വലിയ വലിയ പണ്ഡിതന്മാർ താബീങ്ങളായിരുന്നു. അവരിൽ നിന്ന് ദീനീ വിജ്ഞാനം നുകർന്ന വലിയ വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി നമുക്ക് സമ്മാനിച്ച മഹാന്മാരായ തബൂത്താബിയിൽപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. അവരാരും ഇത് ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യാത്തൊരു കാര്യം ശറഈൽ ദീനിൽ മതത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞ ബിദ്അത്താണ്. അതുകൊണ്ടാണ് താജുദ്ദീൻ ഫാക്കിയാനി അദ്ദേഹം വഫാത്താക്കുന്ന ഹിജ്റ 734 അദ്ദേഹത്തോട് ഇത് ചോദിച്ചു. ഇത് സംബന്ധമായി എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, പലരും ഉന്നതരായ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മീലാദുൻ നബിയെ പറ്റിയുള്ള ഹുക്മ് എന്നാണ്. അപ്പൊ അദ്ദേഹം വബില്ലാഹി തൗഫീഖ്, ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പറയട്ടെ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്ന. അള്ളാഹുവിന്റെ കിതാബിലോ സുന്നത്തിലോ ഇതിനൊരു അസ്ലുമില്ല, ഒരു അടിസ്ഥാനമില്ല. വലാ യുൻകലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ അഇമ്മ. മുൻഗാമികളുടെ ചര്യകൾ മുറുകെ പിടിക്കുന്ന ദീനിൽ അല്ലദീന ഹുമുൽ ഖുദുവത്തു ഫിദ്ദീൻ, ദീനിൽ മാതൃക യോഗ്യരായ ആരിൽ നിന്ന് ഇത് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. അൽ മുതമസ്സിഖുന ബിആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാൽപാദങ്ങളെ പിന്തുടരുന്ന ആരിൽ നിന്ന് ഇതെന്താണ്? ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസൽ ബത്താലൂൻ, അത് ബിദ്അത്താണ്. അത് തോന്നിവാസികളും ആഭാസന്മാരുമായ ആൾക്കാരാണ് ഇത് പുതുതായി ഉണ്ടാക്കിയത്. തീറ്റപ്രിയർ അത് കാര്യമായി ഏറ്റെടുത്തു എന്നാണ്. ഇത് എപ്പോഴാണ് പറയുന്നറിയോ? ഹിജ്റ 733 വഫാത്തായ താജുദ്ദീൻ ഫാക്കിയാനി അദ്ദേഹത്തിന് അൽ മൗലിദ് ഫി കലാമി അലാ അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതാണ്. സഹോദരന്മാരെ, എന്നാൽ ഇതിന് ഗ്രന്ഥപരമായ ഒരു അടിത്തറ കൊണ്ടുവരുന്നത് ജലാലുദ്ദീൻ സുയൂത്തി. അദ്ദേഹം എപ്പോഴാണ് വഫാത്താകുന്നത് അറിയോ? ഹിജ്റ 911. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുൻഗാമികൾ പറഞ്ഞു ഇത് ബിദ്അത്താണ്. എന്നാൽ അതിനെ ആഘോഷിക്കുന്ന ആൾക്കാർ അതിനൊരു അടിസ്ഥാനപരമായ ഒരു വിഷയം കൊണ്ടുവന്നു. അവർ പറഞ്ഞെന്താ? അത് ബിദ്അത്തുൻ ഹസനയാണ്. അവരും പറഞ്ഞു ബിദ്അത്താണ്, ഇത് പാടില്ലാത്തതാണ്. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 ഖുർആൻ പാരായണം ചെയ്യാം, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരുമിച്ച് ചേരാം, എന്നിട്ട് ഹദീസുകൾ ഉദ്ധരിക്കാം. ഇതിൽ അധികം വരുന്നത് ഇല്ലെങ്കിൽ അത് നല്ല ബിദ്അത്താണ്. അപ്പൊ അവര് പോലും സമ്മതിക്കുന്ന എന്താണ്? അത് ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്ത്. സഹോദരന്മാരെ, ദീനിൽ അങ്ങനെ ഒരു ഹുക്മില്ല. നല്ല വ്യഭിചാരം എന്ന് പറയാൻ പറ്റില്ല, നല്ല കള്ളുകുടിയാണെന്ന് പറയാൻ പറ്റില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണ് എന്ന് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്, എല്ലാ ബിദ്അത്തും. അപ്പൊ അവരിൽ നല്ല ബിദ്അത്ത് ഉണ്ടാവുമോ? നല്ല വ്യഭിചാരം ഉണ്ടാവുമോ? നല്ല കള്ളുകുടി ഉണ്ടാവുമോ? നല്ല ചീത്ത പറയൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നതുപോലെ ഈ കാര്യത്തിലും നല്ല ബിദ്അത്ത് എന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് മുമ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു ഉദ്ധരണി കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇബ്നു ഹാജി മാലിക് അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഒരാള് മൗലീദിന്റെ ദിവസം വെറും ഭക്ഷണത്തിലേക്ക് മാത്രം ക്ഷണിച്ചു, മറ്റൊരു പരിപാടി അയാൾ നടത്തിയില്ല. മുമ്പ് പറഞ്ഞ എല്ലാ തോന്നിയാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാം, റബീഉൽ അവ്വൽ 12 എന്ന് കരുതിയിട്ട് ഭക്ഷണത്തിനെ ക്ഷണിച്ചാൽ അയാളുടെ നിയ്യത്ത് മൂലം അത് ബിദ്അത്താണെന്നാണ്. കാരണം നബിദിനത്തിനാണ് അയാൾ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണം കൊടുത്താൽ മാത്രം അയാളുടെ നിയ്യത്തുണ്ടല്ലോ, ആ നിയ്യത്ത് മൂലം അതെന്താണ്? അത് ബിദ്അത്താണ്. ഇത് മുൻഗാമികളുടെ പ്രവർത്തനത്തിൽ ഇല്ലാത്തതാണ്, ഇത് മതത്തിലേക്ക് വർദ്ധിക്കപ്പെട്ടതാണ്. അതെ, സെൽഫുകളെ പിൻപറ്റലാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും വാജിബായത്. അതായത് ഹറാമായ ഒന്നുമില്ല, ശിർക്കായ ഒന്നുമില്ല, എന്നാൽ പോലും മൗലീദാണ് എന്ന കരുതൽ കൊണ്ട് മാത്രം അത് ബിദ്അത്താണെങ്കിൽ സഹോദരന്മാരെ,
വിധികത്തിനെ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വീക്ഷിക്കേണ്ടതുണ്ട്. അതിന് പല മുഖങ്ങളുണ്ടാവും, പല രൂപങ്ങളുണ്ടാവും, പല കോലങ്ങളുണ്ടാവും. അത് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ വരും, അത് മരിച്ചവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാന്മാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വരും. അങ്ങനെ ശൈത്താൻ പല രൂപത്തിലും നമുക്ക് വഴി കാണിക്കും. അസ്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, സഹാബികൾ ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ടോ, 3 നൂറ്റാണ്ടുകളോളം ഈ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത അയിമ്മത്തുകൾ അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്യാത്തത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഭൂഷണമല്ല, അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം പരലോകത്ത് ഖബറിൽ അത് ഞാൻ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാകുകയുള്ളൂ. അയാൾ ചെയ്തു, ഇയാൾ ചെയ്തു, ഉസ്താദ് ചെയ്തു എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കില്ല. ദീനിൽ ഉണ്ടായത് ചെയ്തോ, എന്നാൽ നമുക്ക് പുണ്യമുണ്ട്. ദീനില്ലാത്ത നമ്മൾ ഉപേക്ഷിച്ചോ, അതിലും നമുക്ക് പുണ്യമുണ്ട്. ദീനില്ലാത്തൊരു കാര്യം നമ്മൾ ഉപേക്ഷിച്ചോ, അതിലും നമുക്ക് പുണ്യമുണ്ട്. ഇപ്പൊ മയ്യത്തിന്റെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ, എടുക്കുമ്പോൾ, കഫൻ ചെയ്യുമ്പോൾ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, വരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലായ സന്ദർഭങ്ങളിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഉപേക്ഷിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പിന്തുടരേണ്ടത്. മിഅ്റാജ്, ശഅബാൻ പകുതി, റബീഉൽ അവ്വൽ, റജബ് മുതലായ ദിവസങ്ങളിലും മാസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നോമ്പ് പിടിക്കുകയോ നിസ്കരിക്കുകയോ ദാനധർമ്മം ചെയ്യുകയോ ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ഉപേക്ഷിക്കുന്നതിലാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിന്തുടരേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്വാനമില്ലാതെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന മേഖലയാണ് ഇതൊക്കെ. ഉപേക്ഷിച്ചിട്ട് പ്രതിഫലമാകാം, അധ്വാനമില്ലാതെ പ്രതിഫലം ലഭിക്കുന്ന മേഖലയാണത്. അതുകൊണ്ട് തന്നെ ദീൻ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും അതിൻ്റെ വാക്താക്കളാകുവാനും അതിന് പ്രബോധകരാകാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, എല്ലാതരം ബിദ്അത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, അനാചാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിൽ, നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരണം വരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കിയും യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും പ്രദാനം ചെയ്യണമേ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.